സച്ചിയുടെയും രേവതിയുടെയും കഥയിലേക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഫസ്റ്റ് കാണിക്കുന്നത് നമ്മുടെ മീരയും ശ്രുതിയാണ് കാണിക്കുന്നത്. ശ്രുതി ഭയങ്കര വിഷമത്തിലിരിക്കുകയാണ്. ശ്രുതി പറയുന്നു, ഞാൻ എല്ലാം പറയാൻ വേണ്ടി ഇരിക്കുകയാണ് ശ്രുതിയോട്, അല്ലാതെ പറ്റില്ല എൻ്റെ. അപ്പോൾ മീര പറയുന്നുണ്ട്, അങ്ങനെ പറയരുത്, നീ ആലോചിച്ചിട്ട് വേണം പറയാൻ. അവർ ബ്യൂട്ടി പാർലർ നിനക്ക് കിട്ടിയെന്നു, അത് അവർ കേസ് കൊടുത്ത് നിന്നെ അകത്താക്കും. അതുകൊണ്ട് നീ ഒരു കാരണവശാലും ഇത് പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും എന്ന് മീര പറഞ്ഞു കൊടുക്കുന്നു. ഇല്ല മീര, എനിക്ക് ഒരു നിവൃത്തിയില്ല, ഇത് പറയാതെ വേറെ ഒരു മാർക്കുമില്ല. എൻ്റെ കല്യാണം ഇന്ന് തന്നെ മുടങ്ങും, അതിനേതൊരു സംശയമില്ലെന്ന് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്. അടുത്ത് കാണിക്കുന്നത് നമ്മുടെ നവീനാണ്. നവീന് കാർ ഓട്ടത്തിന് വേണ്ടി വിളിക്കുന്നുണ്ട്. ലൊക്കേഷൻ ഞാൻ അയച്ചു തരാം, നിങ്ങൾ ഉടനെ ഇങ്ങോട്ട് വരണമെന്ന് നമ്മുടെ സച്ചിനോട് വിളിച്ച് പറയുന്നുണ്ട്. സച്ചിനും അറിയുന്നില്ല ഈ ശ്രുതിയുടെ കല്യാണം മുടക്കാൻ വരുന്ന ആളാണ്. സച്ചിനും അറിയുന്നില്ല, അതുപോലെ ഇദ്ദേഹവും അറിയുന്നില്ല ശ്രുതിയുടെ ബന്ധുവിനെയാണ് കല്യാണം കഴിക്കുന്നുള്ള കാര്യം. ഇവർ രണ്ടുപേരും പരസ്പരം അറിയുന്നില്ല. ഈ സമയം നമ്മുടെ ശ്രുതിക്കൊരു വാട്സപ്പ് മെസ്സേജ് പോകുന്നുണ്ട്. കല്യാണി, നീ ഒരുങ്ങിയോ? നിൻ്റെ മുഹൂർത്തം എടുക്കുമ്പോൾ ഞാൻ അവിടെ എത്തും, നീ പേടിക്കണ്ട, ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല, ഞാൻ കൃത്യസമയത്തിന് തന്നെ അവിടെ എത്തും. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ശ്രുതിക്കുണ്ടല്ലോ, ഇരിക്കണോ പോകണോ നിൽക്കണോ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാതെ ആകെ കൺഫ്യൂഷനായിട്ട് നമ്മുടെ ശ്രുതി അങ്ങനെ ഇരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്നുള്ള കൺഫ്യൂഷൻ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ലക്ഷ്മി അമ്മയും ദേവുവിനെയും രേവതിയൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. ലക്ഷ്മി പറയുന്നുണ്ട്, മോളെ ഇപ്പോൾ സച്ചിൻ നല്ല മാറ്റമാണല്ലേ? അതേ അമ്മ, നല്ല മാറ്റമാണ്, എന്നെ വഴക്ക് പറയാറില്ല, വലിയ സ്നേഹത്തോടെയാണ് പോകുന്നത്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, നീയല്ലേ വഴക്കിട്ടുകൊണ്ടിരിക്കുന്നത് അവനോട്, കരഞ്ഞും കൊണ്ടൊക്കെ ഇരിക്കുന്നത്, അവൻ നല്ലവനാണ്, നിന്നെ പൊന്നുപോലെ അവൻ നോക്കിക്കൊള്ളും, ഒരു കുഴപ്പവും വരില്ല. അപ്പോഴത്തെ ദേവു പറയുന്നുണ്ട്, അതെ നല്ല സ്നേഹത്തിലാണ് ഇവർ തമ്മിൽ, ഇനി ലവ് ആവുമെന്നാണ് തോന്നുന്നത്. പെണ്ണെ, നിൻ്റെ കൊച്ച് വലിയ വർത്തമാനം പറയാതെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ എന്തെന്നു ദേവുവിന് വഴക്ക് പറയുന്നുണ്ട്. ഈ സമയം ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, മോളെ നീ ഇനി ഇവിടെ നിൽക്കണ്ട, നീ അമ്പലത്തിലേക്ക് പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്ക്. ഇല്ല അമ്മ, ഞാൻ പൂ കെട്ടിയിട്ട് പോകാൻ, വേണ്ട മോളെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രേവതി അമ്പലത്തിലേക്ക് അങ്ങ് പൂജാരിയുടെ അടുത്ത് പോകുന്നു. ഈ സമയം നമ്മുടെ ഭാമയെയും ചന്ദ്രയാണ് കാണിക്കുന്നത്. ചന്ദ്ര അങ്ങനെ നിൽക്കുന്ന സമയത്ത് അയൽപക്കത്തുള്ള രണ്ട് സ്ത്രീകൾ വരുന്നുണ്ട്. എന്താ ചന്ദ്രേച്ചി, ഇന്ന് ഈ സുധീര കല്യാണം ഇപ്പോൾ മണ്ഡപത്തിലെ നമ്മുടെ അമ്പലത്തിലേക്ക് മാറ്റിയത്? അത് വേറൊന്നുമല്ല, സുധീര ജാതകത്തിൽ അങ്ങനെയുണ്ട്, സുധി ഇന്ന് ഓടിപ്പോവേന്നും ഇല്ലല്ലോ അല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, അയ്യോ ഇത് സുധി ഒരുങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് പിന്നെ എന്ന് പറയുന്നുണ്ട്. ചന്ദ്രയ്ക്ക് ഉടനെ ദേഷ്യം വന്നു കേട്ടാ. എന്നുവെച്ചാൽ ആദ്യത്തെ കല്യാണത്തിനെ പോലെ ഇവരെല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, എൻ്റെ മോനെ കളിയാക്കുന്നുണ്ടല്ലോ എന്നുള്ള ഇതിൽ. അപ്പോഴത്തേക്കും ചന്ദ്രയാണെങ്കിൽ തിരുമേനിയോട് പറയുന്നുണ്ട്, തിരുമേനി ഇവിടെ ഒരു കുറവും വരാൻ പാടില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ മലേഷ്യക്കാരിയായ വലിയൊരു പണക്കാരി മരുമോളാണ് വരുന്നത്. അപ്പോഴത്തേക്കും തിരുമേനി പറയുന്നുണ്ട്, ഇവിടെ വലിയവനെന്നോ ചെറിയവനെന്നോ അമ്പലത്തിലില്ല, എല്ലാവരും ദേവിയുടെ മുന്നിൽ തുല്യരാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ബാമ പറയുന്നുണ്ട്, നിനക്ക് വയറ് നിറച്ച് കിട്ടിയല്ല കിട്ടാനുള്ളത്, ബാ നമുക്ക് പോവാമെന്ന് പറഞ്ഞും കൊണ്ട് നമ്മുടെ ചന്ദ്രയെ വിളിക്കുന്നുണ്ട് ബാമ. ഈ സമയം നമ്മുടെ രേവതി പൂജാരിയുടെ അടുത്തോട്ട് വരികയാണ്. ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ ചന്ദ്രമതിക്ക് രേവതിയെ കണ്ടതും പറയുന്നു, വരുന്നത് ഇവളെ ഒരുത്തി നിമിത്തമാണ് ഇവിടുത്തെ എല്ലാ നാശങ്ങൾക്കും കാരണം, ഈ മൂദേവി കാരണമാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇവൾ വന്ന് കയറിയതും എൻ്റെ വീട്ടിലെ നാശങ്ങളെല്ലാം വന്നു. അപ്പോൾ ബാമ പറയുന്നടി, അങ്ങനെ പറയരുത് ഒരിക്കലും, മീര ഒരിക്കലും അങ്ങനെ പറയരുത്. എന്നിട്ട് ഈ പൂജാരി അവിടെ നിന്നുകൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും പൂജാരിയോട് രേവതി ചോദിക്കുന്നുണ്ട്, ഞാനിത് ഓരോന്നായിട്ട് ചെയ്തോളൂ എന്ന് പറയും. അപ്പോൾ ചന്ദ്രൻ നമ്മുടെ രേവതിയെ മാറ്റി നിർത്തിയിട്ട് പറയും, നീ ഇവിടെ ഒന്നും ചെയ്യണ്ട, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തോളാം എന്ന് പറയും. അപ്പോഴേ പൂജാരി പറഞ്ഞ്, നിങ്ങളല്ല ചെയ്യാനുള്ളത്, നമ്മുടെ രേവതി മോളാണ് ചെയ്യുന്നത്. രേവതി വർഷങ്ങളുണ്ട് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, ഓരോ കല്യാണത്തിനും ഇവിടുത്തെ പൂജകളും എല്ലാ കാര്യങ്ങളും എന്നെ സഹായിക്കുന്നത് രേവതിയാണ്, അല്ല നിങ്ങളല്ല. അവരെന്തോ കാര്യം ചെയ്തുകൊണ്ട് നിന്നപ്പോഴെന്തോ തറയിൽ വന്നു. അപ്പോഴത്തേക്കും പറഞ്ഞു, നിങ്ങളിത് കണ്ടോ, നിങ്ങൾ ചെയ്യുന്നത് ദേവിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് തറയിൽ വീണത്. നമ്മുടെ രേവതി ചെയ്താൽ അത് നിങ്ങൾ രേവതിയെ കണ്ട് പഠിക്കണം, അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ചെയ്യരുതെന്നും പറഞ്ഞുകൊണ്ട് പൂജാരി ചന്ദ്രയോട് വഴക്കും. പൂജാരിയോട് പറയുന്നുണ്ട്, സമയമായി, നിങ്ങൾ പൂജകളൊക്കെ ചെയ്യാൻ വേണ്ടി നോക്ക് എന്ന് പൂജാരിയോട് ചന്ദ്ര പറയുന്നുണ്ട്.
ഈ സമയം സച്ചിക്ക് ഒരു കോള് വരുന്നുണ്ട്. സച്ചി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സച്ചി ആ കോൾ എടുത്തപ്പോൾ വേറെ ആരുമല്ല, രേവതിയാണ് വിളിക്കുന്നത്. രേവതി വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? അത് ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വരാറായില്ലേ? ഇപ്പം വരുന്നില്ല, പെണ്ണ് വന്നോ എന്ന് ചോദിച്ചു. ആ പെണ്ണു അപ്പോൾ കാര്യങ്ങളെല്ലാം അവൻ അവിടെ ഉണ്ടോ, അത് ഓടിപ്പോയോ എന്ന് ചോദിച്ചു. ഇവിടെ ഉണ്ട്, നിങ്ങൾ അങ്ങനെയൊന്നും പറയാതെ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ചോദിക്കുന്നുണ്ട് രേവതിയോട് സച്ചി പറയുകയാണ്, നീ ഓടി നടന്ന് അവിടെ ഒരു ജോലിയൊന്നും ചെയ്യേണ്ട കാര്യമില്ല, മര്യാദയ്ക്ക് ഇരുന്നാൽ മതി. അത് പോയിട്ട് നീ ആഹാരം വല്ലതും കഴിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ ആഹാരമൊക്കെ കഴിച്ച് വീട്ടിൽ നിന്ന് വന്നപ്പോഴേ കഴിച്ചുകൊണ്ട് വന്നേ. അത് കഴിച്ചിട്ടില്ലെങ്കിൽ അവിടെ ഒരു ഹോട്ടലുണ്ട്, ആ ഹോട്ടലിൽ കയറി ആഹാരമൊക്കെ കഴിക്കുന്നു. ഈ സമയം രേവതി പറയുന്നുണ്ട്, വളരെ സന്തോഷത്തോടെ, അവർ രണ്ടുപേരും നല്ല സന്തോഷത്തോടെ സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത്. അപ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട്, അതെ നമുക്ക് ഈ കല്യാണത്തിന് എന്തെങ്കിലും കൊടുക്കണ്ടേ, നിങ്ങളുടെ സഹോദരനല്ലേ? കല്യാണത്തിന് കൊടുക്കാൻ എന്തോന്ന് കൊടുക്കാനാണ്? അവൻ 50 ലക്ഷം രൂപ എനിക്ക് ഇങ്ങോട്ട് തരാനുണ്ട്, അത് തന്നെ വലിയൊരു എമൗണ്ട് അല്ലേ? എൻ്റെക്ക് കൊടുക്കാനൊന്നും എൻ്റെ കയ്യിലൊന്നുമില്ല, അതായത് എൻ്റെ കയ്യിലൊന്നുമില്ല. എനിക്ക് ടാക്സി ഓടിക്കണം, രൂപ അടയ്ക്കണം, ഇതൊക്കെ ചെയ്യണം, അതുകൊണ്ട് എൻ്റെ കയ്യിൽ 1 രൂപയില്ല. അവന് നമ്മളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, നമ്മൾ 50 ലക്ഷം രൂപ അവൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും രേവതി പറയുന്നു, അങ്ങനെ പറയരുത്, എന്തെങ്കിലും കൊടുത്തേ പറ്റുള്ളൂ, നിങ്ങളുടെ സഹോദരനല്ലേ? സഹോദരനൊക്കെ ശരി തന്നെയാണ്, പക്ഷേ എൻ്റെ കയ്യിൽ 1 രൂപ പോലും അവന് കൊടുക്കാനില്ല. ഞാൻ കല്യാണത്തിന് വന്ന് നിൽക്കുന്നത് തന്നെ അവൻ്റെ വലിയ ഭാഗ്യമെന്ന് വിചാരിച്ചാൽ മതിയെന്നാണ് രേവതിയോട് പറയുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രവീന്ദ്രനാണ്. രവീന്ദ്രൻ കൂട്ടുകാരൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും പറയുന്നു, ഞാൻ കോടതി കയറിയിട്ടായെങ്കിലും എൻ്റെ പെൻഷൻ പൈസ ഞാൻ വാങ്ങും, അത് എൻ്റെ ഒരു നിർബന്ധമാണ്. അപ്പോഴും പറയുന്നു, അതെ അങ്ങനെ, ഈ കാര്യം സച്ചി അറിഞ്ഞിട്ടില്ല. ഇല്ല സച്ചി അറിഞ്ഞിട്ടില്ല, സച്ചി അറിഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ ഭയങ്കര ഭൂകമ്പമായിരിക്കും നടക്കുന്നത്, അതുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഈ സമയം നമ്മുടെ ശ്രുതിയാണെങ്കിൽ ശ്രുതിനെ ഫോൺ വിളിക്കുന്നുണ്ട്. ഫോൺ വിളിച്ചിട്ട്, ശ്രുതി നീ എവിടെയാണ്? അത് ഞാൻ വീട്ടിലാണ്. വീട്ടിലോ? നീ എന്തിനാണ് വീട്ടിൽ പോയത്? അത് നീ എന്താണ് ചോദിക്കുന്നത്? ഞാൻ ചുമ്മാ പറഞ്ഞതാണ്, ഞാൻ ഇവിടെ മണ്ഡപത്തിൽ തന്നെ ഉണ്ട്, എനിക്ക് ശ്രുതിയോട് അല്പം സംസാരിക്കണം. അതിനെന്താ, ഇന്ന് നമുക്ക് രാത്രി മുതൽ ഒരുപാട് സമയം സംസാരിക്കണം, അതല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും വാതിലിൽ മുട്ടുന്ന സൗണ്ട് കേട്ടു. അത് നമ്മുടെ ചന്ദ്രയാണ് കേട്ടോ, ചന്ദ്രയും ബാമയും കൂടെയാണ്. അപ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ട്, ഞാൻ ഫോൺ വയ്ക്കുന്നുണ്ട്, അമ്മ വന്ന് വാതിലിൽ മുട്ടയാണെന്ന് തോന്നുന്നു എന്ന് ഓക്കെ എന്ന് പറയുന്നുണ്ട്. ഈ സമയം വാതിൽ തുറന്ന് അകത്തോട്ട് കയറുന്നുണ്ട്. അകത്തേക്ക് കയറുമ്പോൾ നമ്മുടെ ചന്ദ്രമതിരയിൽ കല്യാണ പുടവയും ആഭരണവും ഇരിക്കുകയാണ്. ഇത് കൊടുത്തിട്ട് പറയുന്നു, മോളെ ഇത് നല്ലവണ്ണം ഉടുത്ത് ആഭരണങ്ങളൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ട് അങ്ങോട്ട് വരണം കേട്ടോ. അപ്പോഴത്തേക്കും ശ്രുതിയുടെ മുഖത്ത് വിഷമം തന്നെയാണ്. ഭാമ ചോദിക്കുന്നത്, എന്താ ശ്രുതി നിൻ്റെ മുഖത്ത് ഇത്ര വിഷമം? അയ്യേ, അത് ആൻറ്റി ഇന്നലെ ഞാൻ ഉറങ്ങിയില്ല എന്ന് നമ്മുടെ മീര പറയുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ശ്രുതിയുടെ കൂട്ടുകാരി മീര സുധീരുടെ അടുത്ത് പോവുകയാണ്. സുധീരുടെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, സുധി മീരയ്ക്ക് നമ്മുടെ ശ്രുതിക്ക് എന്ത് സംസാരിക്കാനാണെന്ന് ചോദിക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര വരുന്നത് മീരയോട് ചോദിക്കും, നിനക്കെന്താ ഇവിടെ കാര്യം? അത് ശ്രുതി ഒരുങ്ങിയൊന്നും നോക്കാം, നീ അങ്ങ് പൊക്കെ, നീ അവിടെ ശ്രുതിയുടെ കൂട്ടുകാരില്ലേ, നീ അവിടെയാണ് നിൽക്കാനുള്ളത്, അല്ലാതെ ഇവിടെ അല്ല. ചന്ദ്രയ്ക്ക് ഏത് കണ്ടാലും കുഴപ്പമാണ് കേട്ടോ. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, അമ്മ വേറൊന്നുമല്ല, ശ്രുതിക്ക് എന്തോ എന്നോട് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട്, അത് പറയാനാണ് മീര വന്നത് എന്ന് പറയും. എന്ത് സംസാരിക്കാനാണ് ഈ സമയത്ത്? ഇനി ഒന്നും സംസാരിക്കണ്ടെന്ന് പറയുന്നുണ്ട്. ഇല്ല, എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതെന്താണ് പറയാനെന്നുള്ളത്? ഇനി ഒന്നും സംസാരിക്കാൻ വേണ്ട, എത്രയും പെട്ടെന്ന് കല്യാണം നടക്കണം, അത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്ന് നമ്മുടെ ചന്ദ്രമതി പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വിശേഷം പിന്നെ അടുത്ത വീഡിയോയിൽ പറയാം.